കോടതിയുടെ മേളിലാണോ നിങ്ങൾ? ഇല്ലില്ല, അതെ. അപ്പോൾ കോടതി പിന്നെ അയാളുടെ പക്ഷം ചേർന്നിട്ട് ഞങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നിട്ട് പിന്നെ തിരിഞ്ഞ് നാളെ മൈക്ക് എൻ്റെ തൊള്ളയിലോട്ട് കുത്തി ഇറക്കിയിട്ട് ചോദിക്കണം, ആ ഡീനിനോട് അനീതിയല്ലേ കാണിച്ച് എന്ന് ചോദിക്കണം. എന്ത് വിഡിത്താണ് നിങ്ങൾ എഴുന്നള്ളിക്കുന്നത്, ചർച്ചയാക്കുന്നത്? അയ്യോ, അത് എന്ത് നിങ്ങളെന്താ കോടതിയുടെ മേളിലാണോ നിങ്ങൾ? കോടതിയുടെ മേളിലാണോ നിങ്ങൾ? ഇല്ലില്ല, അതെ. അപ്പോൾ കോടതി പിന്നെ അയാളുടെ പക്ഷം ചേർന്നിട്ട് ഞങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാ വശങ്ങളും സീൽ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നടപടിയെടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്നിട്ട് പിന്നെ തിരിഞ്ഞ് നാളെ മൈക്ക് എൻ്റെ തൊള്ളയിലോട്ട് കുത്തി ഇറക്കിയിട്ട് ചോദിക്കണം, ആ ഡീനിനോട് അനീതിയല്ലേ കാണിച്ച് എന്ന് ചോദിക്കണം. എന്ത് വിഡിത്താണ് നിങ്ങൾ എഴുന്നള്ളിക്കുന്നത്, ചർച്ചയാക്കുന്നത്? IC റിപ്പോർട്ട് വന്നാൽ തീരുമാനം എടുക്കൂ. ഞങ്ങൾക്ക് ലീഗൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലേ? ഞങ്ങൾക്ക് ലീഗൽ കൺസൾട്ടേഷൻ ഇല്ലേ? ഈ അവകാശങ്ങളൊന്നും ചെയർമാനും ആ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. നിയമപരമായി അത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സമയം ഞങ്ങൾക്ക് കോടതി തന്നിട്ടുണ്ട്. അതിന് മേലെ നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ അംഗീകാരവും നിങ്ങളുടെ പെർമിഷനും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കൃത്യമായിട്ടാണ് അതിൻ്റെ വഴിയെ പോകുന്നത്. വരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മളതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് മന്നത്ത് അപ്പൂപ്പൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക്കായിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിൻ്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോൾ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷേ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാവരുത്, അല്ലേ?